ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും ആഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നാളെ 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷാണ് എക്സാം വരുന്നത് അല്ലേ. അപ്പോൾ ടീച്ചർ ഇതാ കൂട്ടുകാർക്കുള്ള പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് വേഗം നമ്മുടെ ചോദ്യത്തിലോട്ട് പോയാലോ? അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. അതുപോലെ തന്നെ മക്കളെ, നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്തിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യണം കേട്ടോ. എന്നിട്ട് കുട്ടിയുടെ പേരും അതുപോലെ തന്നെ ഡീറ്റെയിൽസും ഏത് മീഡിയ ആണ് എന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ വാട്സപ്പിലോട്ട് അയക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന കൂട്ടുകാർക്ക് വീക്കിലി നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ട് 3 ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോസും അവൈലബിൾ ആയിരിക്കും. ഓക്കെ മക്കളെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം അല്ലേ. ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് ഡ്രോ. സഷാസ് ഫാദർ ഈസ് ബിസി ഇൻ കിച്ചൺ. കംപ്ലീറ്റ് ദി പിക്ചർ ആഫ്റ്റർ ലിസണിങ് ടു യുവർ ടീച്ചർ. അതായത് നമ്മുടെ സഷയുടെ ഫാദറിൽ കിച്ചണിൽ ഭയങ്കര ബിസിയാണ് അല്ലേ. അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തരും. അത് കേട്ടിട്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? നമുക്ക് അവിടെ തന്നിട്ടുള്ള ആ ഒരു പിക്ചർ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ നോക്കിക്കേ മക്കളെ, നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ ഇതാ ഇവിടെ മിസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്നെന്താണ്? ഡ്രോ എ പോട്ട് ഓൺ ദി സ്റ്റൗ. ആ സ്റ്റൗവിൻ്റെ മുകളിൽ ഒരു പോട്ട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? വരയ്ക്കും, നല്ല ഭംഗിയിലൊക്കെ വരയ്ക്കുക. ടീച്ചർ ഇപ്പോൾ റഫായിട്ടൊന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആ സ്റ്റൗവിൻ്റെ മുകളിൽ എന്ത് ചെയ്തു? നമ്മളൊരു പോട്ട് വരച്ചു. അടുത്തത് എന്താണ്? ദർ ഈസ് എ ഡിഷ് നിയർ ദി സ്റ്റൗ. ഡ്രോ 3 eggs ഇൻ ദി ഡിഷ്. അതായത് ആ സ്റ്റൗവിൻ്റെ അടുത്ത് എന്തുണ്ട്? ഒരു ഡിഷ് ഉണ്ട് അല്ലേ. ആ ഡിഷിൽ 3 eggs വരയ്ക്കാനാണ് പറഞ്ഞത് അല്ലേ. എന്താണ്? 3 egg വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 1 2 3. അപ്പം 3 egg എന്ത് ചെയ്തു? നമ്മൾ ആ ഡിഷിൽ വരച്ചു. ഇനി എന്താണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്? നോക്കിക്കേ, ഡ്രോ എ ഫ്രൈയിങ് പാൻ ഹാങ്ങിങ് ഓൺ ദി ഹൂക്ക്. നമുക്ക് അവിടെ ഒരു ഹുക്ക് തന്നിട്ടില്ലേ. ആ ഹുക്കിൽ എന്ത് വരയ്ക്കാൻ? ആ ഒരു ഫ്രൈയിങ് പാന് തൂങ്ങി നിൽക്കുന്ന രീതിയിൽ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മക്കളടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഡ്രോ എ ബക്കറ്റ് നിയർ ദി ഡോർ. ആ ഒരു ഡോറിൻ്റെ അടുത്ത് ആയിട്ട് എന്ത് വരയ്ക്കാൻ? ഒരു ബക്കറ്റ് വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡോറിൻ്റെ അടുത്തായിട്ട് മക്കൾ എന്ത് വരയ്ക്കണം? ഒരു ബക്കറ്റ് വരയ്ക്കണം. പിന്നെ മക്കളടുത്ത് പറഞ്ഞത് ഇവിടെ ഒരു കുട്ട കാണുന്നില്ലേ. ആ കുട്ടയിൽ മക്കളടുത്ത് ഫ്രൂട്ട്സ് വരയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സുകളൊക്കെ എന്ത് ചെയ്യുക? മാംഗോ, ആപ്പിൾ, ബനാനൊക്കെ എന്ത് ചെയ്യുക? ആ ഒരു കുട്ടയിൽ മക്കൾ വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഒന്നാമത്തെ ആക്ടിവിറ്റി ഇഷ്ടമായിട്ടുണ്ടോ? വളരെ ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് അല്ലേ. ഓക്കെ മക്കളെ, എങ്കിൽ എന്ത് ചെയ്യുക? പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ആക്ടിവിറ്റി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മക്കളുടെ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കിക്കേ, റീഡ് ആൻഡ് കോംപ്രിഹെൻഡ്. റീഡ് ദി സ്റ്റോറി ഗിവൺ ബിലോ. മക്കൾക്ക് അവിടെ വായിക്കാനായിട്ടൊരു സ്റ്റോറി തന്നിട്ടുണ്ട്. സ്റ്റോറി എന്താണെന്ന് നോക്കിക്കേ. Tom, Nia, Midhu, Salim and Raju were friends. One day, they went for a field trip with the teacher. At lunch time, Tom opened his bag and said, "Oh, I forgot my lunch box." Midhu heard this. She ran towards her friends and told them. They quickly came up with a plan. Midhu opened her lunch box and took half of her lunch and said, "Here, Tom, you can have a part of my lunch." Nia took out an apple and offered that to Tom. "You can have this too," she said. Salim and Raj shared their cookies and cakes. Tom was happy at the kindness of his friends. "Thank you everyone," he said. They all sat together and enjoyed their lunch. After that, all of them went to Midhu's house. ഓക്കെ മക്കളെ, എന്തായിരുന്നു സ്റ്റോറി? നമ്മുടെ ടോമും അതുപോലെ തന്നെ ടോമിൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടി ഒരു ഫീൽഡ് ട്രിപ്പിന് പോയതായിരുന്നു അല്ലേ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലഞ്ചിൻ്റെ ടൈം ആയപ്പം നമ്മുടെ ടോം ബാഗ് ഓപ്പൺ ചെയ്തപ്പോൾ അതിലെന്ത് കാണുന്നില്ല? അവൻ്റെ ലഞ്ച് ബോക്സ് കാണുന്നില്ല അല്ലേ. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് എന്താണ് ചെയ്തത്? അവർ അവരുടെ ഫുഡെല്ലാം ആർക്ക് കൂടി ഷെയർ ചെയ്തു? ടോമിന് കൂടി ഷെയർ ചെയ്തു അല്ലേ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സ്റ്റോറി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുക കേട്ടോ. നോക്കിക്കേ, ഫസ്റ്റ് വൺ, ടോം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വെൻറ്റ് ഡാഷ്. ടോം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വെൻറ്റ് ഡാഷ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ടോമും ഫ്രണ്ട്സും എന്തിനാ പോയിട്ടുണ്ടായിരുന്നത്? ഓപ്ഷൻസ് നോക്കൂ. ഫോർ എ മൂവി, ഫോർ എ വാക്ക്, ഫോർ എ ഫീൽഡ് ട്രിപ്പ് ടു ദി സ്കൂൾ. എന്തിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്? യെസ്, ഫീൽഡ് ട്രിപ്പിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം മക്കൾ അവിടെ ഫോർ എ ഫീൽഡ് ട്രിപ്പ് വേണം എന്ന്
ഫീൽഡ് ട്രിപ്പ് എന്ന് വേണം എഴുതാനായിട്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൂ ഫോർഗോട്ട് ടു ടേക്ക് ദി ലഞ്ച് ബോക്സ്? ആരായിരുന്നു ലഞ്ച് ബോക്സ് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നത്? ആരായിരുന്നു മക്കളെ? ടോമാണ് ലഞ്ച് ബോക്സ് എടുക്കാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി ആർക്കെങ്കിലും ആ ഒരു ചോദ്യത്തിന് സംശയം ഉണ്ടെങ്കിൽ വേഗം എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റോറി ഒന്നുകൂടി എടുത്തിട്ട് അവിടെ ഒരിക്കൽ കൂടി വായിച്ചു നോക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ഔട്ട് ദി വേർഡ് ഫ്രം ദി പാസേജ് ദാറ്റ് മീൻസ് ഐഡിയ. അതായത് നമ്മുടെ പാസേജിൽ ഐഡിയ എന്ന് മീനിങ് വരുന്ന ഏത് വേർഡാണ് യൂസ് ചെയ്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്ലാൻ, കൈൻഡ്നസ്, ലഞ്ച്, കുക്കീസ്. ഏതായിരുന്നു മക്കളെ? പ്ലാൻ എന്നതാണ് ഐഡിയയ്ക്ക് പകരം യൂസ് ചെയ്തിട്ടുള്ള വേർഡ് അല്ലേ. ഓക്കെ, ഇനി അതിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. വൈ വാസ് ടോം ഹാപ്പി? എന്തുകൊണ്ടാണ് ടോം ഹാപ്പി ആയത്? എന്തുകൊണ്ടാണ്? നോക്കിക്കേ, ആൻസർ ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹിസ് ഫ്രണ്ട്സ് ഷെയർഡ് ഫുഡ് ഫോർ ഹിം. ഹി വാസ് ഹാപ്പി ബൈ ഹിസ് ഫ്രണ്ട്സ് കൈൻഡ്നസ് അല്ലേ. എന്തുകൊണ്ടാണ് അവന് ഹാപ്പി ആയത്? അവൻ്റെ ഫ്രണ്ട്സ് അവന് കൂടി ഫുഡ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദി സ്റ്റോറി. ആ സ്റ്റോറിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ സ്റ്റോറിക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഒരു ടൈറ്റിൽ കൊടുക്കാം. ടീച്ചർ ഇപ്പോൾ ഇവിടെ 3 ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഒന്ന് ഷെയറിങ് ഫുഡ് എന്ന് നമുക്ക് കൊടുക്കാം അല്ലേ. പിന്നെ കൈൻഡ്നസ് എന്ന് കൊടുക്കാം. വേണമെങ്കിൽ പ്രോബ്ലം സോൾവഡ് എന്ന് കൊടുക്കുക അല്ലേ. ഓക്കെ മക്കളെ, ഇനി നിങ്ങൾക്ക് താല്പര്യമുള്ള മറ്റേതെങ്കിലും പേരുകളുണ്ടെങ്കിൽ ആ പേരുകൾ കൂടി ആ ഒരു സ്റ്റോറിക്ക് നൽകാവുന്നതാണ്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലോട്ട് പോകാം. ആക്ടിവിറ്റി 3 ഡിസ്ക്രിപ്ഷൻ. പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണേ. നോക്കൂ മക്കളെ. ടോം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് മിതുസ് ഹൗസ്. മിതുസ് മദർ ആൻഡ് ഫാദർ were in the vegetable garden. They gave a warm welcome to all of them. Describe the picture. നമ്മുടെ ടോമും ഫ്രണ്ട്സും കൂടി എവിടെ എത്തിയിട്ടുണ്ട്? മിഥുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവൻ്റെ അമ്മയും അച്ഛനൊക്കെ എവിടെയാണ്? വെജിറ്റബിൾ ഗാർഡനിലാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഗാർഡൻ്റെ പിക്ചർ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ആ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം പിക്ചറിൽ നോക്കിക്കേ, നമ്മുടെ മദർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അല്ലേ. ഫാദർ എന്ത് ചെയ്യുന്നുണ്ട്? വെജിറ്റബിൾസൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പിന്നെ ആ ചിത്രത്തിൽ അവരുടെ വീട് കാണാം. അതുപോലെ തന്നെ അവിടെ ഡോഗ് ഉണ്ട്, പിന്നെ ഒരുപാട് ബേർഡ്സ് ഉണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എന്തായിട്ടുണ്ട് നമ്മുടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ടീച്ചർ ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. This is a vegetable garden of Midhu's family. Midhu's father and mother are in the vegetable garden. Midhu's mother is watering plants. Midhu's father is harvesting vegetables. A dog is playing with a ball in the garden. So many vegetables are seen in the garden. There is a house in the picture. Some coconut trees are സീൻ ഇൻ ദി പിക്ചർ. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്? അതൊരു വെജിറ്റബിൾ ഗാർഡനാണെന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ നമ്മുടെ മിഥുവിൻ്റെ മദർ പ്ലാന്റ്സിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്നും ഫാദർ വെജിറ്റബിൾസൊക്കെ ഹാർവെസ്റ്റ് ചെയ്യാമെന്നും അതുപോലെ തന്നെ അവിടെ ഒരു ഡോഗ് ഉണ്ടെന്നും അത് ബോൾ കളിക്കുകയാണെന്നും അതുപോലെ തന്നെ അവിടെ ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ടെന്നും ഒരു വീടുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ് ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം മക്കൾ എന്ത് ചെയ്യുക? ഇതേ രീതിയിൽ ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അല്ലേ. അതെന്താണെന്ന് പറയുന്നതിന് മുന്നേയായിട്ട് കുറച്ച് കൂട്ടുകാരുടെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, മക്കളൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. നോക്കിക്കേ മക്കളെ, ആക്ടിവിറ്റി 4 കോൺവെർസേഷൻ. സഷ ആൻഡ് നവീൻ ടോൾഡ് അനുപമ ടീച്ചർ അബൌട്ട് കവിത. She decided to visit Kabita's house. Next day, Anupama teacher went to Kabita's house. Teacher talked to Kabita's mother about sending her to school. അല്ലേ, നമ്മുടെ സഷയും നവീനും എന്ത് ചെയ്തു? അനുപമ ടീച്ചറോട് കവിതയെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ അവരെന്ത് തീരുമാനിച്ചു? അവളുടെ വീട്ടിൽ പോകാനായിട്ട് തീരുമാനിച്ചു അല്ലേ. അടുത്ത ദിവസം നമ്മുടെ അനുപമ ടീച്ചർ കവിതയുടെ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു? കവിതയുടെ അമ്മയോട് സംസാരിച്ചു അല്ലേ. എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത്? അവളെ സ്കൂളിലേക്ക് അയക്കുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ സംഭാഷണം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടീച്ചറുടെ ഡയലോഗാണ് ആദ്യം നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. എന്താണ്? ആർ യു കവിതാസ് മദർ എന്നാണ് ആദ്യം ടീച്ചർ ചോദിക്കുന്നതില്ലേ. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ മദർ എന്ത് തിരിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും? യെസ് മാഡം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. അതേ മാഡം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. അടുത്തത് എന്താണ് ടീച്ചർ ചോദിക്കുന്നത്? ഐ ആം അനുപമ, ഐ ആം എ ടീച്ചർ. ഞാൻ ആരാണ്? ഞാൻ അനുപമയാണ്. ഞാൻ എന്താണ്? ഒരു ടീച്ചറാണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ മദർ എന്ത് തിരിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കടാ? ഹാപ്പി ടു സീ യു ടീച്ചർ. നിങ്ങളെ കണ്ടതിൽ സന്തോഷമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ.
ഓക്കെ, അടുത്ത നമ്മുടെ ടീച്ചർ എന്താണെന്ന് ചോദിച്ചു നോക്കിക്കേ. കവിത ഈസ് നോട്ട് ഗോയിങ് ടു സ്കൂൾ, വൈ? കവിത സ്കൂളിൽ പോകുന്നില്ലേ, എന്തുകൊണ്ടാണ് പോവാത്തത് എന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പം നമ്മുടെ മദർ എന്ത് പറഞ്ഞു? ഷീ ഡസ് നോട്ട് നോ മലയാളം, വി ആർ ഫ്രം ആസാം അല്ലേ. അവൾക്ക് എന്തറിയില്ല? മലയാളം അറിയില്ല, വി ആർ ഫ്രം ആസാം എന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, അടുത്ത നമ്മുടെ ടീച്ചർ എന്ത് പറഞ്ഞു? ഡസ് ഷീ ലൈക്ക് ടു ഗോ ടു സ്കൂൾ? അവൾക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു അല്ലേ. അപ്പം നമ്മുടെ മദർ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? യെസ് ഷീ ലൈക്സ് ടു ഗോ സ്കൂൾ, വി ആർ പൂവർ അല്ലേ. അവൾക്ക് സ്കൂളിൽ പോകാനൊക്കെ എന്താണ് ഇഷ്ടമാണ്, പക്ഷെ ഞങ്ങൾ എന്താണ് പൂവർ ആണല്ലേ, ഞങ്ങൾ ഭയങ്കര പാവപ്പെട്ടവരാന്ന് പറഞ്ഞു. അടുത്തത് നമ്മുടെ ടീച്ചർ എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടായിരിക്കും? ഡോണ്ട് വെറി ഐ ക്യാൻ ഹെൽപ്പ് യു. ഡോണ്ട് വെറി ഐ ക്യാൻ ഹെൽപ്പ് യു, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും എന്നുള്ളത് ആര് പറഞ്ഞു? നമ്മുടെ അനുപമ ടീച്ചർ പറഞ്ഞു കേട്ടോ. അപ്പോൾ ടീച്ചർ ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് ഇതേ രീതിയിലൊക്കെ ആ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു പ്രവർത്തനത്തിലോട്ട് പോകാം. തോട്ടാണ് കേട്ടോ. കവിത ഈസ് റെഡി ടു ഗോ ടു സ്കൂൾ, ഷീ ഈസ് സോ എക്സൈറ്റഡ്, ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ സഷ ആൻഡ് നവീൻ, വാട്ട് വിൽ ബി ഹർ തോട്ട്? നമ്മുടെ കവിത എന്തിന് റെഡി ആയിട്ടുണ്ട്? സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് അല്ലേ. അവൾ നമ്മുടെ സഷയും അതുപോലെ തന്നെ നവീനെയൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായിരിക്കും അവളുടെ തോട്ട് എന്നതാണ് നമ്മുടെ അടുത്ത് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം നോക്കിക്കേ, ടീച്ചർ അവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഐ വാണ്ട് ടു ഗോ ടു സ്കൂൾ, how is my classroom? Is there benches and desks? I want to study. I don't know Malayalam. How can I speak to others? Sasha and Naveen are my friends. Will they help me? Will I get new friends there? I want to make friends. Anu teacher helped me a lot. She gave me uniform and bag. അല്ലേ, എന്തൊക്കെ കാര്യങ്ങളാണ് അവൾ ചിന്തിച്ചിട്ടുള്ളത്? എനിക്ക് സ്കൂളിൽ പോകണം, എങ്ങനെയായിരിക്കും എൻ്റെ ക്ലാസ് റൂം, അവിടെ ബെഞ്ചുകളും ഡെസ്കുകളും ഒക്കെ ഉണ്ടായിരിക്കുമോ അല്ലേ. ഐ വാണ്ട് ടു സ്റ്റഡി, എനിക്ക് എന്ത് ചെയ്യണം? പഠിക്കണം, പക്ഷേ എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയില്ല. എന്നെ നവീനും അതുപോലെ തന്നെ ശശിയൊക്കെ ഹെൽപ്പ് ചെയ്യുമോ എന്നാണ് അവൾ ചിന്തിക്കുന്നത് അല്ലേ. പിന്നെന്താണ്? എനിക്ക് എന്ത് ചെയ്യണം? കൂടുതൽ ഫ്രണ്ട്സിനെ കിട്ടണം അല്ലേ. അതുപോലെ തന്നെ നമ്മളെ അനുപമ ടീച്ചർ അവളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, അവൾക്ക് യൂണിഫോമും ബാഗ് എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ കവിത ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് കൂട്ടുകാർക്കുള്ള പരീക്ഷയിലെ ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ നാളത്തെ നിങ്ങളുടെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക. പിന്നെ അതോടൊപ്പം തന്നെ മുന്നേയും നമ്മൾ ഇംഗ്ലീഷുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? വീഡിയോസ് കാണുക കേട്ടോ. അതുപോലെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുക. മക്കൾക്ക് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 3 ക്ലാസ്സസ് വീക്കിലി അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാനായിട്ട് മറക്കണ്ട. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.